إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിൻ്റെ ഫള് കൊണ്ട് അല്പ ദിവസങ്ങളുടെ ഇടവേളയുടെ ശേഷം മഹത്തായ ഈ സദസ്സിൽ നിങ്ങളുടെ മുന്നിൽ പങ്കെടുക്കാനും ഭാഗവാക്കാകാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട സദസ്സുകളിൽ ആൾക്കൂട്ടങ്ങളിൽ കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനും അവന് ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളായ അവൻ പൊരുത്തപ്പെട്ട അടിമകളായി ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകാനും അവൻ ആദരിച്ച് ബഹുമാനിച്ച അവന്റെ അടിമകൾക്ക് ഒരുക്കി തയ്യാറാക്കി വച്ച ജന്നാത്തുൽ ഫിർദൗസിൽ ചെന്ന് ഉന്നതനായ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാനുമുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. എനിക്ക് ചെറിയൊരു അപേക്ഷയുള്ളത്, നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന ആളുകൾ മുന്നിൽ വന്നിരിക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അത് മുന്നിൽ നിന്ന് വീക്ഷിക്കുന്നതും ഇടത്തേക്കും വലത്തേക്കും തിരിഞ്ഞ് നമ്മളത് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറൻ വബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ, അവന് ഇഷ്ടപ്പെട്ട അടിമകളായി അവന്റെ തൃപ്തിയും പൊരുത്തവും നേടാൻ ഒരുപാട് അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. എണ്ണപ്പെട്ട സമയമണിക്കൂറുകൾ, ദിവസങ്ങളുടെ ശേഷം മഹത്തായ റമളാനു ശരീഫ് നമ്മുടെ മുന്നിലേക്ക് സമാഗതമാവുകയാണ്. നന്മകളുടെ, ബറക്കത്തുകളുടെ, ദീനിലും ദുന്യാവിലുമുള്ള, ഇഹത്തിലും പരത്തിലുമുള്ള ഖൈറാത്തുകളുടെ കയ്യും കണക്കുമില്ലാത്ത അടിമകളായ ആളുകൾക്ക് അത് നേടിയെടുക്കാനുള്ള മഹത്തായ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ വളരെ എണ്ണപ്പെട്ട, വളരെ കുറഞ്ഞ രാപ്പകലുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആളുകള് റമളാനു ശരീഫിന്റെ കാര്യത്തിൽ പല രൂപത്തിലായിരിക്കും. റമളാന് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല താൽപര്യക്കാരുമായിരിക്കും. ചില ആളുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ, ത്വാഅത്തുകൾ വർദ്ധിപ്പിക്കുവാൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നേറാൻ അതിനുവേണ്ടി ആശിക്കുന്ന, മോഹിക്കുന്നവരുണ്ടാകും. ചില ആളുകൾ ദുന്യവിയായ ബിസിനസിന്റെയോ ഭക്ഷണപാനീയങ്ങളുടെയോ മറ്റ് പലതിന്റെയും താൽപര്യക്കാരുണ്ടാകും. അനുവദനീയമായ കാര്യങ്ങൾ അധകൃതരായ, അധപ്പതിച്ച മറ്റ് ചില അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ മഹത്തായ അവസരങ്ങൾ, ഔദാര്യങ്ങൾ നൽകുമ്പോൾ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായി വൃത്തികേടുകളിലേക്ക് കാത്തു നിൽക്കുന്നവരുമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
സീരിയലുകളായി, സംഗീതങ്ങളായി, മറ്റുള്ള പാട്ടുകൂത്തുകളായി, കളിവിനോദങ്ങളായി, സാധാരണ മറ്റു സമയങ്ങളിൽ കാര്യങ്ങളിൽ പോലും ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമായ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ഒരു വിഭാഗം ആളുകൾ, ഇങ്ങനെ പല തരക്കാരുമുണ്ടാകും. ഈ പറയുന്ന പരിശുദ്ധമായ റമളാനു ശരീഫ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, ഇന്ന് നമ്മുടെ വിഷയത്തിൽ നിങ്ങളൊക്കെ നോട്ടീസിൽ കണ്ടതുപോലെ റമളാനു ശരീഫിൽ സലഫുകളുടെ പ്രവർത്തനങ്ങൾ, രീതി എന്തായിരുന്നു, റമളാനിൽ സലഫുകളുടെ നിലപാടുകളൊക്കെ എന്തായിരുന്നു, അവരെന്ത് പറഞ്ഞിരുന്നു, എന്ത് ചെയ്തിരുന്നു എന്നുള്ളത്. ഈ സലഫികളുടെ ഇമാമായ, അന്നും ഇന്നുമുള്ള സലഫികളുടെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പരിശുദ്ധമായ റമളാനു ശരീഫ് സമാഗതമാകുന്നതിന്റെ മുമ്പ് അടുത്തു വരുമ്പോൾ അവിടുത്തെ അനുചരന്മാരെ സന്തോഷ വാർത്ത അറിയിക്കുന്ന സഹിഹായ പല റിപ്പോർട്ടുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഒരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും റമളാനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പറയുമായിരുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, നന്മയിലേക്ക് മുന്നിടാൻ വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ട്, ഈ മഹത്തായ വരാൻ പോകുന്ന ദിവസങ്ങളുടെ കാര്യത്തിൽ അവരെ ഉണർത്തിക്കൊണ്ട്, ഒരിക്കലും അശ്രദ്ധരായി, ഒരിക്കലും ഇത് പാഴാക്കി കളയരുതേ എന്ന് ഉണർത്തിക്കൊണ്ട്, അതാകും റമളാനു, നിങ്ങൾക്കിതാ റമളാൻ ഷരീഫ്, റമളാൻ മുബാറക്ക് വന്നിരിക്കുന്നു, ഷഹ്റുൻ മുബാറക്കുൻ, ധാരാളം നന്മകളുള്ള, നന്മകൾ അധികരിച്ച മാസം. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിലുള്ള ഉത്തരവാദിത്വം ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ റുക്നുകളിൽപ്പെട്ട നോമ്പിനെ അല്ലാഹു ആ മാസത്തിൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, മറ്റു റിപ്പോർട്ടുകളിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എന്നുണ്ട്. ഈ പറയുന്ന റിവായത്തിൽ ആകാശത്തിന്റെ കവാടങ്ങൾ അതിൽ തുറക്കപ്പെടും. നന്മകൾ ആകാശത്തിലേക്ക്, അടിമകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ധാരാളം നന്മകൾ കയറിപ്പോകുന്ന ഈ മാസത്തിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങളെ അടച്ചുപൂട്ടപ്പെടും. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, പിശാചുകളുടെ കൂട്ടത്തിൽ മനുഷ്യരോട് അതിശക്തമായ കാർക്കശ്യമുള്ള, കാഠിന്യമുള്ള പിശാചുകളെ ചങ്ങലക്കിടപ്പെടും. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, ഈ മാസത്തില് അള്ളാഹു ഒരു രാത്രി കണക്കാക്കിയിട്ടുണ്ട്, 1000 മാസത്തെ സൽക്കർമ്മങ്ങളിലേറെ പ്രതിഫലാർഹമാണ് ആ ഒരൊറ്റ രാത്രിയുള്ള ഇബാദത്ത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, അതിലെ നന്മ ഒരാൾക്ക് തടയപ്പെട്ടാൽ, അത് നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് അവന് തൗഫീഖ് ലഭിച്ചില്ല അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട്. അള്ളാഹു ഒരാളെയും ആക്രമിക്കുകയില്ല. ഒരു വ്യക്തിയുടെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ അർഹനും യോഗ്യനുമാകാതെ, അതിനർഹതപ്പെട്ട ഒരാളാവാതെ അധകൃതനായി പോയി അവന് തടയപ്പെട്ടാൽ ഫഖദ് ഹുരിം, അവന് എല്ലാ നന്മകളും തടയപ്പെട്ടു, അവന് എല്ലാ നന്മകളും തടയപ്പെട്ടു. മുൻഗാമികളായ ആളുകള്, അവരുടെ ചരിത്രങ്ങള് റമളാനിൽ മാത്രമൊന്നുമല്ല, അല്ലാത്ത സമയത്തും അവരുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അവരുടെ രീതികൾ പരിശോധിച്ചാൽ നമ്മിൽ നിന്ന് എത്രയോ വൈരുദ്ധ്യമായിരിക്കും. അവരും നമ്മളും തമ്മിൽ എത്രയോ അന്തരമുണ്ടായിരിക്കും. പരിശുദ്ധമായ റമളാനു ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ഹുദൽ ലിന്നാസ്, ആളുകൾക്ക് നേരായ മാർഗം അത് മനസ്സിലാകാൻ ഹിദായത്തായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഹലാലും ഹറാമുകളും, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ, അടിമകളായ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി വിവരിച്ചുകൊണ്ട് സത്യ അസത്യങ്ങളെ വേർതിരിച്ച് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടുള്ള പരിശുദ്ധമായ ഖുർആന് അവതരിപ്പിക്കപ്പെട്ട മാസമാണ്.
അതുകൊണ്ട് തന്നെ മഹത്തായ ഈ മാസത്തിന് അർഹിക്കുന്ന നിലക്കുള്ള പ്രാധാന്യം മുൻഗാമികളായ ആളുകൾ അവർ നൽകിയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ സലഫികളായ അവരുടെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ അവർ മാതൃകയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ മഹത്തായ രാപ്പകലുകളെ അവർ നേടിയെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ഓരോ കാര്യങ്ങളും സഹീഹായ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസി ബിൽ ഖൈർ, സലഫുകൾക്ക് എന്തായിരുന്നു റമദാനിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ അവരുടെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും. ഇന്ന സലഫി, ഇന്ന ഇമാമ്, ഇന്ന താബിഈ, ഇന്ന സഹാബി ഇന്നത് ചെയ്തു എന്ന് ഓരോ ആളുകളെയും നമ്മൾ പഠിക്കുന്നതിലേറെ കാര്യം കുറച്ച് എളുപ്പമാകും നമുക്ക്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ അദ്ദേഹം പറയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമായിരുന്നു അജ്വദൻ നാസി ബിൽ ഖൈർ, നന്മയുടെ ഏതൊക്കെ മേഖലയുണ്ടോ, ഒന്നും രണ്ടും ഒന്നുമല്ല, ഇബാദത്തിന്റെ വിഷയത്തില്, ദാനധർമ്മത്തിന്റെ വിഷയത്തില്, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ദഅവത്ത് നടത്തുന്ന കാര്യത്തില്, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തില്, ആളുകൾക്ക് നസീഹത്ത് കൊടുക്കുന്ന നന്മയുടെ ഏതൊക്കെ വഴികളുണ്ടോ ആ കാര്യത്തിൽ ഏറ്റവും വലിയ ജൂദുള്ള ആളായിരുന്നു, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു, ഏറ്റവും അതിവിശാലമായ അളവിൽ നിലവാരത്തിലുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിന്റെ മേഖല നോക്കുകയാണെങ്കിൽ, ഖുർആൻ പാരായണത്തിന്റെ മേഖല നോക്കുകയാണെങ്കിൽ, ദാനധർമ്മത്തിൻ്റെത് നോക്കുകയാണെങ്കിൽ, ശത്രുക്കളോടുള്ള യുദ്ധത്തിന്റെ മേഖല നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബദർ, മക്കം ഫത്ഹ് പോലത്തെ അതിമഹത്തായ ഈ യുദ്ധങ്ങളൊക്കെ റമദാനു ശരീഫിൽ നടന്നത് നമുക്കറിയാം. അതേപോലെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ റമദാനു ശരീഫിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് വന്ന എത്രയോ ഹദീസുകൾ നമുക്കറിയാം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയ ആയത്തുകൾ നമുക്കറിയാം. നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും വിധിവിലക്കുകളും നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെ അജ്വദൻ നാസി ബിൽ ഖൈർ, നന്മയായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ജൂദുള്ള ആളായിരുന്നു, അതിവിശാലമായ മാനസികാവസ്ഥയുള്ള. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ, റമളാൻ വരുമ്പോ ആ ഒരവസ്ഥ, ഒരു നന്മ അതിലേറെ അതിന്റെ മുമ്പുള്ള അവസ്ഥയിലേറെ ഏറ്റവും കൂടുതൽ വരും. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്ന സമയത്ത്, വകാന ജിബ്രീൽ അലൈഹിസ്സലാം യൽഖാഹു കുല്ല ലൈലത്തിൻ ഫീ റമളാൻ, പരിശുദ്ധ റമളാനുള്ള എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ മാസത്തിന്റെ പ്രാധാന്യം, അതിലുള്ള നന്മകള്, ബറക്കത്തുകള്, ഖൈറാത്തുകള്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉമ്മത്തിനും അത് ലഭിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു അയക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കണ്ടുമുട്ടും. ഫീ റമളാന ഹത്താ യൻസലിഖ്, റമളാൻ അവസാനിക്കുന്നത് വരെ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതിന്റെ ശേഷം യഅരിദു അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വെളിവാക്കും, പ്രകടിപ്പിക്കും, അതിനെ കാണിച്ചു കൊടുക്കും. പാരായണം ചെയ്തുകൊണ്ട് അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, അതിൽ എന്തെങ്കിലും പ്രത്യേകമായ നിയമങ്ങളും വിധിവിലക്കുകളും ഉണ്ടെങ്കിൽ അത് അറിയിച്ചുകൊണ്ട്, അതിന്റെ പാരായണത്തിന്റെ രൂപത്തിൽ, അതിലുള്ള നിയമങ്ങളുടെ രൂപത്തിൽ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ വെളിവാക്കി കൊടുക്കും. ഫഇദാ ലഖിയഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ റമളാനിന്റെ രാത്രിയിൽ കണ്ടുമുട്ടുമ്പോൾ കാന അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അയച്ചുവിടപ്പെട്ട
അടിച്ചു വീശുന്ന ഒരു കാറ്റിനീലേറെ വേഗതയുണ്ടായിരുന്നു പ്രവാചകന്റെ ഈ നന്മകൾക്ക്. ഓരോ കാര്യങ്ങളിലും. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ശേഷം നമ്മൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന് ഈ ദാനധർമ്മിഷ്ടത്തിന്റെ വിഷയത്തില് നന്മ അത് മറ്റുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന്റെ വിഷയത്തിൽ 3 പദവി 3 ലെവലായിരുന്നു. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ 1, പിന്നെ റമദാനിൽ പ്രത്യേകമായിട്ടൊന്ന്. റമദാന്റെ രാത്രികളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് പ്രത്യേകമായി അതിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള അവസ്ഥ. ഈ പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങൾ, വിശേഷണങ്ങൾ ഇത് മാതൃകയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു സലഫുകളായ ആളുകൾക്കുണ്ടായിരുന്നത്. അവരുടെ ഖുർആൻ പാരായണത്തിനെ കുറിച്ച് പറയപ്പെടുന്നു, കിതാബുകളിലുണ്ട്, ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ. അവരുടെ രാത്രി നിസ്കാരങ്ങളെ കുറിച്ച് ചരിത്രത്തിന്റെ കിതാബുകളിൽ, പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അവര് മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണ പാനീയങ്ങൾ നൽകിയതിന്റെ, ദാനധർമ്മങ്ങൾ മറ്റുള്ളത് നൽകിയതിന്റെ, അവർ മറ്റുള്ള ആളുകൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തതിന്റെ, നോമ്പുകാരായിക്കൊണ്ട് അവർ യുദ്ധത്തിന് പോയതിന്റെ വിശദമായി ആ ചരിത്രങ്ങൾ നമുക്ക് ഇതുപോലത്തെ സദസ്സുകളിൽ പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഗുണവിശേഷണങ്ങൾ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ഈ പറയുന്ന സലഫുകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അതിന്റെ രാഗത്തുക പെട്ടെന്ന് മനസ്സിലാകും. ഫഖദ് കാന അലൈഹി സ്വലാത്തു വസ്സലാം ജവാദൻ കരീമൻ. ദാനധർമ്മിഷ്ടത്തിന്റെ വിഷയത്തിൽ നന്മയുടെ ഏതൊക്കെ മേഖലയുണ്ടോ അത് മറ്റുള്ള ആളുകൾക്ക് നൽകുന്ന വിഷയത്തിൽ അതിയായ മാന്യതയുള്ള ആളായിരുന്നു. യുത്ഇമു ത്വആം, ആളുകൾക്ക് ഭക്ഷണ പാനീയങ്ങൾ നൽകുന്ന വിഷയത്തിൽ. വയഖറഉൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. സ്വയം മറ്റുള്ള ആളുകൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരിക്കൽ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസ് സഹീഹായത് പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും. അള്ളാഹുവിന്റെ റസൂല്, നിങ്ങളുടെ മേലാണ് ഇതിനിറക്കപ്പെട്ടത്, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരും. അപ്പൊ പറഞ്ഞു, മറ്റൊരാളിൽ നിന്ന് അതൊന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസായിലുള്ള കുറച്ച് ഭാഗങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് പാരായണം ചെയ്തു കൊടുത്തു. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് മുഴുവനും അവരുടെ പ്രവാചകന്മാരെ അള്ളാഹു സാക്ഷികളായി കൊണ്ടുവരുന്നൊരു ദിവസം ഖിയാമത്ത് നാളിൽ ആ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുത്തു എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ കള്ളന്മാരായ വഞ്ചകന്മാരായ കുഫാറുകളെ സത്യനിഷേധികൾ നിഷേധിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല, അറിയിച്ചു തന്നിട്ടില്ല എന്ന്. അപ്പൊ ഈ പ്രവാചകന്മാരോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് വല്ല സാക്ഷിയുമുണ്ടോ? ഉണ്ട്, മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ ഉമ്മത്തും ഞങ്ങൾക്ക് സാക്ഷിയാണ്. ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയാത്തുകൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലിനെ കേൾപ്പിച്ചു. വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ, ഈ പറയുന്നവരുടെ മേൽ മൊത്തത്തിൽ സാക്ഷിയായി നാം നിങ്ങളെ കൊണ്ടുവരും പ്രവാചകരെ എന്ന് അർത്ഥം, ആശയം വരുന്ന ആയത്ത്. അപ്പോൾ ആ ആയത്ത് കേട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക്, മതി മതി. അദ്ദേഹം പ്രവാചകനിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഫഇദാ ഐനാഹു തദ്രിഫാൻ, റസൂലിന്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഖുർആൻ പാരായണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട മറ്റൊരു ഹദീസ് ഉണ്ട്. അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെ: വയഖറഉൽ ഖുർആൻ വയഖൂമുൽ ലൈല ഹത്താ തതഫത്തറ ഖദമാ, കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ രാത്രി സമയത്ത്, റമളാനിലും അല്ലാത്ത സമയത്തും ഖിയാമുൽ ലൈലിൽ കഴിച്ചുകൂട്ടുന്ന ഇലാ ഗൈരി ദാലിക മിനൽ ഇബാദാത്തി വത്വാആത്ത്, വലിയ വലിയ ആരാധനകൾ, സൽക്കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നിർവഹിക്കുന്നവരായിരുന്നു. അവിടുത്തെ സഹാബത്ത് മാതൃകയാക്കിയത് റസൂലിനെയാണ്. അവരുടെ ശേഷം വന്ന താബിഈങ്ങൾ മാർഗം അവര് പിന്തുടർന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ഫത്ഹുൽ ബാരിയിലൊക്കെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന റസൂലിനെ കുറിച്ച് പറഞ്ഞ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു: അജ്വദൻ നാസ് ഐ അക്സറഹും ജവാദൻ ബിമാലിഹി വബദനിഹി വഇൽമിഹി വദഅവതിഹി വനസീഹത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലായിരുന്നു. അവിടുത്തെ സമ്പത്ത് കൊണ്ട്, അവിടുത്തെ ശരീരം കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ ആ വിഷയത്തിൽ, അവിടുത്തെ ഇൽമ് കൊണ്ട്, അവിടുത്തെ പ്രബോധനം കൊണ്ട്, വനസീഹതിഹി എല്ലാവർക്കുമുള്ള അവിടുത്തെ ഗുണകാംക്ഷ കൊണ്ട്, നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ, നല്ല നിലക്ക് കാര്യങ്ങൾ പറഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, വകുല്ലി മാ യൻഫഉൽ ഖൽഖ് സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകിയിരുന്നു. റമളാനാകുമ്പോ അതിന്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഉന്നതമായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ 3 നിലവാരത്തിലും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആളായിരുന്നു. കാരണം റമളാൻ എന്ന് പറയുന്നത് ഷഹ്റുൽ ജൂദ്, അള്ളാഹുവിന്റെ ദാനധർമ്മങ്ങൾ കൊണ്ട് അവന്റെ അടിമകളെ നിറക്കുന്ന മാസമാണ്. യജൂദുല്ലാഹു ഫീഹി അലൽ ഇബാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ ദീനിലും ദുനിയാവിലുമുള്ള ഖൈറാത്തുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിറച്ച് അത് നൽകുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അറിയുന്ന അനുഭവമാണ്. ചൂട് കാലാവസ്ഥ വരുമ്പോൾ ആളുകള് പലപ്പോഴും പറയും, അതികഠിനമായ ചൂട്, ദാഹം, പ്രയാസം, എങ്ങനെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക അല്ലെ? റമളാന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ സ്വാഭാവികമായിട്ടും റമളാനിന്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം അനുഭവപ്പെടുന്നത് പലരും പറയുന്നത് നമുക്ക് കേൾക്കാം. റമളാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഭക്ഷണ വിഭവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഭവങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സഹോദരിമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പലപ്പോഴും പറയുന്നത് നമുക്ക് കേൾക്കാം. ബറക്കത്തുകൾ, പ്രത്യേകമായ ബറക്കത്ത്, മറ്റു കാലങ്ങളിൽ ഇല്ലാത്ത നിലയ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആവേശം, ഒരു ഉന്മേഷം പലപ്പോഴും ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യങ്ങൾ, അവന്റെ ജൂദ്, അതിന്റെ വർധനവാണ്. വൽ ഇബാദുൽ മുവഫഖൂന യജൂദൂന അലാ ഇഖ്വാനിഹിം, അള്ളാഹു അവന്റെ അടിമകൾക്ക് ഇങ്ങനെ ദാനധർമ്മങ്ങൾ, ബറക്കാത്തുകളും ഖൈറാത്തുകളും വർദ്ധിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച നല്ല അടിമകളും തന്നെ അവരുടെ സഹോദരന്മാർക്ക് ഇതുപോലെ നന്മകൾ ചെയ്യാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കും, അതിൽ മുന്നേറിക്കൊണ്ടിരിക്കും. യജൂദുല്ലാഹു ഫീഹി അലൽ ഇബാദ്, അടിമകൾക്ക് യജൂദ് അലാ ഇഖ്വാനിഹിം. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടുമുട്ടുന്ന സമയത്ത് ഐ വഖ്ത ലിഖാഇഹി ഇയ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വരുന്ന സമയത്ത് ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ പ്രവാചകന്റെ ആ സ്വഭാവ ഗുണങ്ങൾ സഹാബത്തിന് അത് അനുഭവപ്പെടലുണ്ടായിരുന്നു, മനസ്സിലാവലുണ്ടായിരുന്നു. അങ്ങനെ ഫയുദാരിസുഹുൽ ഖുർആൻ, നമ്മൾ കേട്ടതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് അത് പഠിക്കുമായിരുന്നു. വകാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൻസിലു അലൈഹി ജിബ്രീലു ഫീ റമളാൻ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഇറങ്ങി വരും. അങ്ങനെ യുദാരിസുഹുൽ ഖുർആൻ മിൻ അജലി അൻ യുസബ്ബിതഹു ഫീ ഖൽബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ആ ഖുർആൻ സ്ഥിരമായി നിൽക്കാൻ, നഷ്ടപ്പെടാതെ അതിന്റെ ഹർഫുകളും അതിന്റെ വാക്കുകളും അതിന്റെ ആശയവും അർത്ഥവും അത് മുഴുവനും അവിടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കാൻ. വഅൻ യഹ്സുല സവാബു ബിൽ മുദാറസതി ബൈനഹു വബൈന ജിബ്രീൽ, നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. സലഫുകൾ മാതൃകയാക്കിയതും ഇതാണ്. പരിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിലുള്ള നിയമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മഹത്തായ ഈ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തുക. വെറും ഒരു അർത്ഥമൊന്നും അറിയാതെ, അതിലുള്ള നിയമങ്ങളും അധ്യാപനങ്ങളും ഒന്നും ചിന്തിക്കാതെ വാക്കുകൊണ്ടുള്ള വെറും ഒരു പാരായണം മാത്രമല്ല. യുദാരിസുഹുൽ ഖുർആൻ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. പരസ്പരം പറഞ്ഞു പഠിക്കുക, ചോദിച്ചു പഠിക്കുക, കേട്ട് പഠിക്കുക, അതിലുള്ള നിയമങ്ങൾ, അതിലുള്ള ഉത്ബോധനങ്ങൾ, അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ജീവനുള്ളതായി, അള്ളാഹുവിലേക്ക് മുന്നിട്ടതായി, വഴികേടുകളും വൃത്തികേടുകളും തെറ്റുകളും ദുഷിച്ച ചിന്താഗതികളിൽ നിന്ന് പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകളാകും. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഫയുദാരിസുഹുൽ ഖുർആൻ. فكان رسول الله صلى الله عليه وسلم حين يلقاه جبريل فيدارسه القرآن أجود بالخير من الريح المرسلة. അഴിച്ചുവിടപ്പെട്ട, അടിച്ചു വീശുന്ന, ഒരു തടസ്സവുമില്ലാതെ അടിക്കുന്ന ഒരു കാറ്റിനിലേറെ വേഗതയിലായിരുന്നു ഈ നന്മയുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് അതായിരുന്നു.
പരിശുദ്ധ ഖുർആനെ കുറിച്ച് മാത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പഠിക്കുക എന്ന് പറയാൻ കാരണം ഈ മാസത്തിലാണ് അതിന് അവതരിപ്പിക്കപ്പെട്ടത്, ഇറക്കപ്പെട്ടത്. പരിശുദ്ധമായ ആ ഖുർആനിന്റെ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം ഉമ്മത്തിന് അത് മനസ്സിലാക്കി തരുകയും പഠിപ്പിച്ചു തരുകയും ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സലഫുകളായ അയിമ്മത്തുകൾ അവരുടെ ചരിത്രങ്ങളിൽ കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സാധിക്കുമോ? ഇങ്ങനെയൊക്കെ കഴിയുമോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയപ്പെടുന്നത് ലഹു 60 ഖത്മ യഖറഉഹാ ഫീ ഗൈരി സലാ. നിസ്കാരത്തിലല്ലാതെ, നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് കൂട്ടാതെ റമളാൻ മാസം 60 ഖത്ം, 60 പ്രാവശ്യം രാത്രിയും പകലുമായി അദ്ദേഹം പാരായണം ചെയ്ത് തീർക്കലുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെ ഇതിന് സമയം കിട്ടും, എങ്ങനെ ഒരാൾക്ക് ഇത് കഴിയും എന്ന് തോന്നും. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇമാം സുഹൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ ദഖല റമളാൻ ഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആനി വ ഇത്ആമു ത്വആം. റമളാൻ വന്നാൽ പിന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, പാവങ്ങൾക്ക് മാത്രമെന്നല്ല, ഹദിയയായിട്ടും സമ്മാനമായിട്ടും ദാനമായിട്ടും നോമ്പ് തുറപ്പിക്കലായിട്ടും അത്താഴമായിട്ടും ഏതൊക്കെ മേഖലയിൽ കൂടെ ഏതൊക്കെ നിലക്ക് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പ്രസിദ്ധമായ നിലക്ക് കേട്ട ഒരു അസറിൽ റമളാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഹദീസ് പറയലും പഠിപ്പിക്കലും ഒഴിവാക്കി പരിശുദ്ധ ഖുർആനിന്റെ മേലെ മുന്നിടും. ഈ പറയുന്ന അസറിലൊക്കെ ചില പണ്ഡിതന്മാര് അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ശേഷം നമുക്കത് പറയാവുന്നതുമാണ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പ് കേട്ടതുപോലെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പറയുന്ന നന്മകളും ഈ പറയുന്ന ഔദാര്യങ്ങളുടെ കാര്യത്തിൽ 3 നിലവാരമായിരുന്നു. റമളാനിന്റെ മുമ്പൊന്ന്, റമളാനിലൊന്ന്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രാത്രി സമയത്ത് വരുമ്പോ ആ സമയത്ത് പ്രത്യേകമായ മറ്റൊരവസ്ഥ. ഇങ്ങനത്തെ 3 അവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പരിശുദ്ധ ഖുർആന് പറഞ്ഞ് പഠിക്കല്, അതിൽ പാരായണം ചെയ്യുന്നതിന്റെ വാക്കുകള്, അതിന്റെ അക്ഷരങ്ങള്, അതിലുള്ള നിയമങ്ങള്, അതിലുള്ള മറ്റുള്ള ആദാബുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് പഠിക്കലുണ്ടായിരുന്നു. സലഫുകളിൽപ്പെട്ട മറ്റ് പലരുടെയും ചരിത്രങ്ങൾ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ അത്ഭുതം തോന്നുന്ന കാര്യം. വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഉമവി ഭരണാധികാരിയാണ്. ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചക്രവർത്തിയാണ്. സമ്പത്തിന്റെ കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ മുകളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക്. മദീന മസ്ജിദ് നബവി, ഈ പറയുന്ന പള്ളിയുടെ വിശാലതക്ക് അതൊക്കെ അത് വിശാലമാക്കി നബി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉള്ളതിലേറെ പുതുക്കി പണിതുകൊണ്ട് വിശാലമാക്കിയ വലിയ വലിയ സേവനം ചെയ്ത വലീദ് ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി യഖ്തിമു ഫീ കുല്ലി 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കലുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആൻ. ഭരണാധികാരിയാണ്, സമ്പത്തുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്. അങ്ങനെ റമളാനിൽ അദ്ദേഹം 17 പ്രാവശ്യം ഖത്തം തീർത്തു. 17 പ്രാവശ്യം 17 ഖത്തം അദ്ദേഹം തീർത്തു. അബൂ അവാന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഷഹിദ്തു ഖതാദ യുദർരിസുൽ ഖുർആന ഫീ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ മുഫസ്സിർ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ റമളാനിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിന്റെ തുല്ലാബുകൾക്ക് ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ഓരോ ആഴ്ചയിലും ഖുർആൻ ഖത്ം തീർക്കലുണ്ടായിരുന്നു സാദാ ദിവസങ്ങളിൽ. വഇദാ ജാഅ റമളാനു ഖതമ ഫീ കുല്ലി 3. റമളാൻ വന്ന 3 ദിവസങ്ങളിൽ. റബീഉ ഇബ്നു സുലൈമാൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ റബീഉ പറഞ്ഞു, നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റമളാനിൽ 60 ഖത്ം തീർത്തതായിട്ട്. വക്കീഉ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി യഖറഉ ഫീ റമളാന ഫിൽ ലൈലി ഖത്മതൻ വ സുലുസൻ. ഒരൊറ്റ രാത്രി ഒരു ഖത്ം, അതേപോലെ തന്നെ 1/3 10 ജുസും ഒറ്റ രാത്രിയിൽ. വക്കീഉ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖാസിം ഇബ്നു അലി അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്നു അസാക്കിർ എന്ന് പറയുന്ന താരീഖു ദിമിഷ്ക് അറിയപ്പെട്ട ചരിത്രത്തിന്റെ ആ ഗ്രന്ഥത്തിന്റെ വക്താവായ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാണ്, കാന മുവാളിബൻ അലാ സ്വലാത്തിൽ ജമാഅത്തി വ തിലാവത്തിൽ ഖുർആൻ. ജമാഅത്ത് നിസ്കാരം ഒരിക്കലും അദ്ദേഹം പാഴാക്കലില്ലായിരുന്നു. അതേപോലെ പരിശുദ്ധ ഖുർആനും യഖ്തിമു കുല്ല ജുമുഅ.
റമദാൻ ഓരോ ആഴ്ചയിലും അദ്ദേഹം ഒരു ഖത്ം തീർക്കലുണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ റമദാനിൽ എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കലുണ്ടായിരുന്നു. വയഅ്തകിഫു അൽ മനാറത്ത് ശർഖിയ്യ, ദിമിഷ്കിലുള്ള വലിയ പള്ളിയിൽ അദ്ദേഹം ഇഅ്തികാഫിരിക്കലുണ്ടായിരുന്നു. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന സലഫുകളുടെ ഈ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംശയത്തിന് മറുപടി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് 3 ദിവസത്തിൽ കുറഞ്ഞ നിലക്ക് ഒരാൾ ഖത്തം തീർക്കരുതേ എന്ന് പറയുന്ന ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഒരു ദിവസത്തിലൊക്കെ ഇങ്ങനെ ഒന്നും മുന്നിലേറെ ഖത്തം തീർക്കുന്നത് എങ്ങനെയാണ്? ആ ഹദീസിന് എതിരല്ലേ? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, സ്ഥിരം അല്ല ഇവരിത് ചെയ്തിരുന്നത്. പരിശുദ്ധമായ റമദാനിന്റെ ആ ശ്രേഷ്ഠത സമയത്തിന്റെയോ അതല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ പവിത്രത പരിഗണിച്ചുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാം, അതിന് വിരോധമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്തത്. പരിശുദ്ധമായ റമദാനിലാണ്, അതല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10-ലാണ്, അതല്ലെങ്കിൽ സ്ഥലം മക്കയിലോ മദീനയിലോ പുറത്തുനിന്നുള്ള ഒരാൾ അവിടെ ഹജ്ജിനോ ഉംറക്കോ അതല്ലെങ്കിൽ മറ്റുള്ള തലബൽ ഇൽമിനൊക്കെ ചെന്ന് ഇങ്ങനത്തെ പ്രത്യേകമായ അവസരങ്ങൾ ഒത്തുവരുമ്പോ ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു സംശയം ഇവിടെ ഉള്ളത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അതേമാതിരി സുഫിയാനു സൗരി, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി താബിഈയാണ്. ഇമാം മാലിക്, സുഫിയാനു സൗരി എന്ന് പറയുന്ന താബിഈങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരൊക്കെ റമദാൻ വന്നാല് ഹദീസ് ഒക്കെ നിർത്തിവെച്ച്, ഇമാം സുഹരി പറഞ്ഞതുപോലെ അത് ഭക്ഷണം നൽകാനുള്ളതാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് എന്നൊക്കെ ഈ ഹദീസിന്റെ പണ്ഡിതന്മാര് പറഞ്ഞപ്പോ, റമദാനു ഷരീഫ് വന്നാൽ പിന്നെ ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമാണോ, ഇൽമ് നേടേണ്ട ആവശ്യമല്ലേ, അത് നിർത്തിവെക്കുകയാണോ, എന്താണ് അവിടെ നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബാമൂസ ഹഫിളഹുല്ല അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങൾ ചോദിച്ച സമയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വളരെ ഭംഗിയായ മറുപടി, കിബാറുകളായ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാരുടെ അനുഭവങ്ങളും വാക്കുകളും എടുത്തുകൊണ്ട് വളരെ ഭംഗിയായ മറുപടി അദ്ദേഹം അതിന് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പറയുന്ന 2-3 താബിഈങ്ങളും താബികളായ 2-3 ഇമാമിങ്ങളിൽ നിന്നാണ് ഇങ്ങനെ പ്രത്യേകമായി റമദാൻ വന്നാൽ പിന്നെ ഹദീസ് പഠനവും പഠിപ്പിക്കലും നിർത്തിവെച്ച് പൂർണ്ണമായ നിലക്ക് ഖുർആനിലേക്ക് തിരിയുമെന്ന് വന്നത് ഇവരിൽ നിന്നാണ്. സഹാബികളിൽപ്പെട്ട ആരിൽ നിന്നും ഇങ്ങനത്തെ അസറുകൾ വന്നിട്ടില്ല. ഏറ്റവും ആദ്യം റമദാൻ വന്നാൽ വെറും ഖുർആൻ പാരായണം മാത്രമാണ്, ഇൽമ് പഠിപ്പിക്കുക ഹദീസ് പഠിപ്പിക്കുക ഒന്നും ഇല്ലാതെ നിർത്തിവെച്ച് ഖുർആനിലേക്ക് മാത്രം തിരിയുമെന്ന് പറഞ്ഞ ഈ അസറുകൾ വന്നത് ഈ പറയുന്ന താബിഈകളിൽ നിന്നാണ്, അതല്ലെങ്കിൽ താബികളിൽ നിന്നും ഈ 3 ആളുകളിൽ നിന്ന് മാത്രമാണ്. സഹാബത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടില്ല. മറ്റൊരു കാര്യം, ഇവരിൽ നിന്ന് വന്ന ഈ അസറുകളെ കുറിച്ച് പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. രണ്ടാമത് പിന്നെ അതിന്റെയും പുറമെ നമ്മൾ കേട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലുള്ള അവസ്ഥ അത് വിശദീകരിച്ച ആ ഹദീസില് അതിന്റെ അവസാന ഭാഗം പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് യുദാരിസുഹുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിനോട് കൂടെ പറഞ്ഞു പഠിക്കലുണ്ടായിരുന്നു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ റമളാനു ഷരീഫിൽ ഖുർആൻ പാരായണത്തിന് നമ്മൾ നമ്മുടെ സമയം നീക്കി വെക്കണം, ധാരാളം അത് പാരായണം ചെയ്യണം. അതിന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സലഫുകളിൽ നിന്നും അങ്ങനെയാണ് നമുക്ക് ലഭിച്ച വിവരങ്ങളും അതാണ്. ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം എന്ന് കരുതി നിർബന്ധമായതും അല്ലാത്തതുമായ ഇൽമ് അത് പഠിക്കാതെ ഒരാൾ പൂർണ്ണ സമയം ഖുർആൻ പാരായണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഹദീസ് തന്നെ അതിന് തെളിവാണ്. ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായി ഖുർആൻ പറഞ്ഞ് പഠിക്കലുണ്ടായിരുന്നു. പണ്ഡിതന്മാരെ വിശ്വസിച്ച് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമൊക്കെ വിശദീകരിച്ചതുപോലെ ആ ഖുർആന്റെ ലബ്ത്തും അതിന്റെ നിയമങ്ങളും അതിന്റെ മഖ്റജുകളും അതിലുള്ള മറ്റുള്ള കാര്യങ്ങൾ, സംശയമുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടം പോലത്തെ കാലഘട്ടം, വലാലത്തുകളും വഴികേടുകളും വിവരമില്ലായ്മയും അന്ധവിശ്വാസങ്ങളും ഫസാദുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇൽമ് എന്ന് പറയുന്നത് അത് പഠിക്കലും അത് പഠിപ്പിക്കലും അതിന്റെ ദഅവത്തും അത് മഹത്തായ അമലാണ്, ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ റമളാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നാം അതിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അത് പഠിക്കാനും
പഠിച്ചത് മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യണം. മറ്റൊരു കാര്യം, അതിന്റെയും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ പറയുന്ന ഹദീസിൽ പറഞ്ഞു ഏറ്റവും വലിയ ജൂദുള്ള ആളായിരുന്നു. ഏറ്റവും വലിയ ജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്ന് റമദാൻ മാസത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്തും അത് പ്രകടമാകലുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന കിതാബില് ജൂദ് എന്ന് പറയുന്നതിന് 8-10 പദവികൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്തിൽ കൂടെ, ഏതൊക്കെ വിഷയത്തിൽ കൂടെയാണ് ഒരാൾക്ക് ഇങ്ങനെ ജൂദ് ദാനധർമ്മം അത് നൽകാൻ കഴിയുക? വെറും ഒരു സമ്പത്ത് കൊണ്ട് മാത്രമാണോ? അല്ല. ശരീരം കൊണ്ട് മാത്രമാണോ? അല്ല. ആ പറയുന്നതിന്റെ 4ാമത്തെ ഇനമായിട്ട് അദ്ദേഹം പറയുന്നു അൽ ജൂദു ബിൽ ഇൽമി വബദ്ലുഹു. ഇൽമ് മറ്റുള്ള ആളുകൾക്ക് നൽകുക. ശർഈയായ ഇൽമ് പഠിച്ചിട്ട് അത് ആവശ്യമുള്ള ആളുകൾക്ക് അത് നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദാനധർമ്മത്തിൽപ്പെട്ടത്. ഇന്നൊക്കെ ആളുകൾ ചാരിറ്റി എന്ന് പറയുന്ന, സഹായിക്കുക എന്ന് പറഞ്ഞ എല്ലാ ആളുകളും അതിന് ആവേശം കൊള്ളുന്ന, അതിനു വേണ്ടിയിട്ട് പ്രബോധനം നടത്തുന്ന, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പാവങ്ങളെ സഹായിക്കണ്ട എന്നല്ല നമ്മൾ പറയും. പാവങ്ങളെ സഹായിക്കണം, അർഹിക്കുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കണം. റമദാനിൽ ചെയ്യണം, അല്ലാത്ത സമയത്തും ചെയ്യണം. അവർക്ക് ചികിത്സ, അവർക്ക് ഭക്ഷണപാനീയങ്ങളോ വസ്ത്രങ്ങളോ വീടുകളോ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ എത്രയോ മേലെ നിൽക്കുന്നതാണ് ഇൽമു കൊണ്ടുള്ള ജൂദ് എന്ന് പറയുന്നത്. അറിയാത്ത, പ്രത്യേകിച്ച് ഈ തൗഹീദിന്റെ കാര്യങ്ങൾ, സുന്നത്തിന്റെ കാര്യങ്ങൾ. ഒരു മനുഷ്യൻ മരണത്തോടുകൂടെ കാലാകാലത്തിൽ നരകത്തിലേക്ക് പോകുന്ന, അതിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്, നമ്മൾ അതിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കിയാൽ 10,000 ലക്ഷങ്ങളോ കൊടുക്കുന്നതിലേറെ എത്രയും മേലെയാണ്. ഈ വ്യക്തിയുടെ കാര്യത്തിൽ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷേ ലഭിക്കുന്ന ആളുകളാണെങ്കിലും സമ്പത്ത് കിട്ടിയാലാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇൽമാണ്, ദീനാണ് എന്ന് പറഞ്ഞ പല ആളുകളും അത് സ്വീകരിക്കാൻ തയ്യാറാകൂല എന്നുള്ളത് മറ്റു സങ്കടകരമായ കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അൽ ജൂദു ബിൽ ഇൽമി വബദ്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ജൂദിന്റെ ആളായിരുന്നു, അജ്വദായിരുന്നു. അതിന് 8-10 ലെവലുകൾ അദ്ദേഹം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറയാണ് ഇൽമ് കൊണ്ടുള്ള ജൂദ്. മറ്റുള്ള ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അത് ആവശ്യമുള്ള ആളുകൾക്ക്, അത് ദാനം ചെയ്യുക ആളുകൾക്ക്. വഹുവ മിൻ അഅ്ലാ മറാത്തിബിൽ ജൂദ്. ദാനധർമ്മത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മേലെ നിൽക്കുന്നതാണ്. വൽ ജൂദു ബിഹി അഫ്ളലു മിനൽ ജൂദി ബിൽ മാൽ. സമ്പത്ത് കൊടുക്കുന്നതിലേറെ ഏറ്റവും ശ്രേഷ്ഠമാണിത് ദാനം. സമ്പത്ത് പറഞ്ഞാൽ എല്ലാവർക്കും പലർക്കും കൊടുക്കാൻ കഴിയുന്ന സാധനമാണ്. അതാർക്കും മുഅ്മിനും കാഫിറിനും കൊടുക്കാൻ കഴിയും. സാലിഹിനും ആസിക്കും, നല്ലവനും പാപ്പിക്കും കൊടുക്കാൻ കഴിയും. ഇൽമ് ശർഈയായ ഇൽമ് ശരിയായ നിലക്ക് അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പഠിച്ച ഉലമാക്കൾക്കും തുല്ലാബുൽ ഇൽമിനും മാത്രമേ കഴിയുള്ളൂ. അതിനെല്ലാവർക്കും കഴിയൂല. സമൂഹത്തിന്റെ കാര്യങ്ങൾ ഇന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം ആ വിഷയത്തിനാണ്. ആളുകൾ, മറ്റുള്ള ഗവൺമെന്റുകളുണ്ട്, മറ്റുള്ള സംഘടനകളുണ്ട്, മറ്റുള്ള ചാരിറ്റികളുണ്ട്, മറ്റുള്ള പല മേഖലകളിലുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീന് ശരിയായ നിലക്ക് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ആരാണുള്ളത്? ആ കാര്യത്തിലാണ് ഇവിടെ ദാരിദ്ര്യമുള്ളത്, ആ കാര്യത്തിലാണ് ഇവിടെ അത്യാവശ്യമുള്ളത്. അത് പഠിക്കാൻ തയ്യാറുള്ള ആളുകൾ പഠിച്ച് ശരിയായ നിലക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അത് റമളാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായ നിലക്ക് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നമ്മൾ മുമ്പ് കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം, അതേപോലെ തന്നെ മക്കം ഫത്ഹ് പോലത്തെ ഈ യുദ്ധങ്ങൾ റമദാനു ശരീഫിലാണ് നടന്നത്. യുദ്ധം എന്ന് പറയുന്നത് ആയുധം കൊണ്ടുള്ള ദഅവത്താണ്. ശരി, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുള്ള പ്രതിരോധമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ്, ആയുധം കൊണ്ടാണ്. ഈ പറയുന്ന ആയുധം കൊണ്ടുള്ള യുദ്ധവും നാവ് കൊണ്ടും പേന കൊണ്ടുള്ള അഥവാ ശർഈയായ ഇൽമ് കൊണ്ടുള്ള യുദ്ധം, ആ പറയുന്ന അത് രണ്ടും കൂടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൽമ് കൊണ്ടുള്ളതാണ്. ആയുധം കൊണ്ടുള്ളത് ശരീരം കൊണ്ടും ആയുധം കൊണ്ടും അത് പലർക്കും കഴിയുന്നതാണ്. ശർഈയായ ഇൽമ് അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ പേന കൊണ്ടും നാവ് കൊണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ പടപൊരുതാനും യുദ്ധം ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ നിലയ്ക്ക് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൾ സുഖൈന റഹിമഹല്ലാഹ്, സൗദി അറേബ്യയിലുള്ള മാഹിർ എന്ന് പറയുന്ന ഷെയ്ഖ് മാഹിറിന്റെ ഭാര്യയായിരുന്നു. അവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. സുഖൈന നല്ല വിവരമുള്ള, പഠിച്ച,
മകളായിരുന്നു. അങ്ങനെ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മകളെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മാഹിർ ഹഫിളഹുല്ല അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക ചെയ്തത്. അങ്ങനെ രോഗിയായി അവർ മരണപ്പെട്ടു നമ്മൾ ജിദ്ദയിലുള്ള സമയത്ത്. സുക്കൈന എന്ന് പറയുന്ന ഈ മകള് പിതാവിനോട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ് ഒരു സമയത്ത്. ചില ഇമാമിങ്ങൾ, ഇപ്പൊ ഇമാം മാലിക്, ഇമാം സുഹരി പോലത്തെ ഈ ഇമാമിങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടത്, അവരൊക്കെ റമദാൻ മാസം വന്നാൽ പിന്നെ ഹദീസ് പഠനമൊക്കെ നിർത്തിവെച്ച്, പഠിപ്പിക്കൽ നിർത്തിവെച്ച് ഖുർആനിലേക്ക് തിരിയുമെന്നാണല്ലോ. അങ്ങനെ റമദാനെ ഈ ഖുർആൻ കൊണ്ട് മാത്രം പ്രത്യേകമാക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ അമലാക്കേണ്ടത് തന്നെയാണോ? എന്താണ് അതിന്റെ വിധി എന്ന് പിതാവ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. മഹാനായ ലോകമറിയപ്പെട്ട ഹദീസിന്റെ പണ്ഡിതനായ അൽബാനി. ഹസ്സാന, സുഖൈന എന്ന് പറയുന്ന 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. 2 പേരും നല്ല പഠിപ്പുള്ള, നല്ല അറിവുള്ള പണ്ഡിതകളായിരുന്നു. സുഖൈന റഹിമഹുല്ലാഹ് അവർ മരണപ്പെട്ടു. ഈ പറയുന്ന മകള് പിതാവിനോട് ചോദിച്ചപ്പോ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടി, ഹാദ തഖ്സീസു ലൈസ അലൈഹി ദലീലുൻ. പരിശുദ്ധ ഖുർആനിലോ റസൂലിന്റെ സുന്നത്തിലോ സഹാബത്തിന്റെ അഖ്വാലുകളിലോ ഈ പറയുന്ന റമളാനിനെ മറ്റുള്ള ഇൽമും ഹദീസ് പഠനവും തലബുൽ ഇൽമൊക്കെ നിർത്തിവെച്ച് ഖുർആനെ മാത്രം പ്രത്യേകമാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിന് തെളിവില്ല എന്ന് മാത്രമല്ല, ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ റമളാൻ മാസത്തിൽ തലബുൽ ഇൽമ നടത്തണം, ഇൽമ പഠിക്കണം, പഠിപ്പിക്കണം എന്നുള്ളതിനാണ് തെളിവുള്ളത്. നമ്മൾ ഈ കേട്ട ഹദീസ് അതിന് ധാരാളമാണ്. മറ്റുള്ള ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫത്വകളും അവിടുത്തെ ഹദീസുകളും റമളാനുമായി ബന്ധപ്പെട്ടതും റമളാനിൽ അവിടുന്ന് പറഞ്ഞതും അത് വരുന്നതിന് മുമ്പ് പറഞ്ഞതും റമളാനിൽ പറഞ്ഞതുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകൾ ധാരാളം അതിന് തെളിവാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ, പഠിക്കാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ നിയമങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ, എന്തൊക്കെയാണ് അധ്യാപനങ്ങൾ, അത് മനസ്സിലാക്കാൻ ഈ മാസം നാം ഉപയോഗപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതാണ്. ഈ പറയുന്ന സലഫുകൾ ആ പ്രവാചകനോട് പിന്തുടർന്നുകൊണ്ട് അവർ സ്വീകരിച്ച രീതികളും അത് തന്നെയാണ്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. മാ ഹുവ ഹാലു സലഫി സാലിഹി റളിയല്ലാഹു അൻഹും വറഹിമഹും ഫി ഇസ്തിഖ്ബാലി ഹാദ ശഹ്റിൽ അദീം കൈഫ കാന ഹദിയുഹും. പരിശുദ്ധമായ റമളാൻ ശരീഫിനെ മുന്നിടുന്ന സമയത്ത്, അതിനെ സ്വീകരിക്കുന്ന സമയത്ത് സലഫു സാലിഹുകളുടെ സ്ഥിതി എന്തായിരുന്നു, അവരുടെ രീതി എന്തായിരുന്നു, വകൈഫ കാന സംതുഹും വദല്ലുഹും, അവരുടെ രീതി എന്തായിരുന്നു ചുരുക്കത്തിൽ. പിന്നെ അതേപോലെ തന്നെ മആലി ശൈഖ് കൈഫ യകൂൻ ഇസ്തിഅദാദുൽ മുസ്ലിം ലിഗ്തിനാമി ഹാദിഹിൽ ലയാലി, നമ്മൾ ഈ ജീവിക്കുന്ന റമളാനിൽ നമ്മൾ കഴിച്ചുകൂട്ടുന്ന ഈ രാപ്പകലുകളെ നേടിയെടുക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം തയ്യാറെടുക്കേണ്ടത്. അൽ ഇസ്തിഅദാദുൽ ഇൽം, അറിവ് വേണം. റമളാനാണ്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള തയ്യാറെടുപ്പ് വേണം. നോമ്പിന്റെ നിയമങ്ങള്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങള്, അതിന്റെ വിധിവിലക്കുകള്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ തയ്യാറെടുക്കണം. ചില ആളുകൾ യഗ്ഫുലു അൻ ഹാദിഹിൽ അഷ്യാ, ഈ കാര്യങ്ങളൊക്കെ അശ്രദ്ധമായി വിടും. നോമ്പ് എന്ന് പറഞ്ഞ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രം അല്ലല്ല, അതിലൊഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ നിയമങ്ങളുണ്ട്, അതിന്റെ വിധിവിലക്കുകളുണ്ട്. ഈ കാര്യങ്ങൾ ചില ആളുകൾ ശ്രദ്ധിക്കൂല. ഫലാ യതഫഖഹു ഫീ അംരി സിയാം, നോമ്പിന്റെ കാര്യങ്ങളൊന്നും അവർ പഠിക്കാൻ തയ്യാറാകൂല. അതേപോലെ തന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങൾ പഠിക്കൂല. ഇങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഫൗസാൻ ഹഫിളഹുല്ലാ അതിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ബാറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ചോദ്യം ചോദിച്ചു, ദീന് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ട്. വഫീമാ നബ്ബഹത അലൈഹി മിൻ ഹാദൈനി സുആലൈനിൽ അളീമൈൻ, മഹത്തായ 2 ചോദ്യങ്ങൾ ചോദിച്ചു, ചില കാര്യങ്ങൾ അതിൽ ഉണർത്തി. ഒന്നാമത്തെ ചോദ്യം, സലഫു സാലിഹുകൾ റമളാനിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ? ഹാലത്തു സലഫ്, മുൻഗാമികളുടെ അവസ്ഥ. കമാ ഹുവ മുദവ്വനുൻ ഫിൽ കുതുബി അൽ മർവിയത്തി ബി അസാനീദി സിഖാത്തി അൻഹും, സ്വീകാര്യയോഗ്യരായ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതുപോലെ സലഫുകളായ ആളുകളുടെ സ്ഥിതി, കാനു യസ്അലൂനല്ലാഹ അസ്സ വജൽ, അവർ അല്ലാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു. അൻ യുബല്ലിഗഹും റമളാൻ ഖബല അൻ യദ്ഖുൽ, റമളാൻ വരുന്നതിന്റെ മുമ്പ് ആ റമളാനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം അല്ലാഹുവേ. അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഷഹ്ർ റമളാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് അതിൽ ആഫിയത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹുവേ.
നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും അതിനുള്ള തൗഫീഖ് നൽകാൻ അല്ലാഹുവിനോട് നാം തേടുക. അല്ലാഹു അസ്സ വജൽ അൻ യുബല്ലിഗഹും റമളാൻ ഖബല അൻ യദ്ഖുൽ. പരിശുദ്ധമായ റമളാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിനോട് അവർ നിരന്തരം ചോദിക്കുന്നവരായിരുന്നു ആ റമളാൻ മാസം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ. അൻ യുബല്ലിഗഹും ശഹ്റ റമളാൻ, ഈ പരിശുദ്ധമായ റമളാനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണം അല്ലാഹുവേ. ആഫിയത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ. നമുക്കറിയാം, ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീന് പോലത്തെ നാട്ടിലൊക്കെ ഉള്ള മുസ്ലിം സഹോദരന്മാർ ഈ റമളാൻ ഷരീഫ് വന്നു കഴിഞ്ഞാൽ അഹങ്കാരികളായ ശത്രുക്കളായ ജൂതന്മാർ ആ സമയത്ത് നാം നിങ്ങളെ കൂട്ടമായി ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കുക. നമ്മൾ റമളാൻ ഷരീഫ് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് സുഭിക്ഷമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് തയ്യാറായി ആശ്വാസത്തോടുകൂടെ കാത്തിരിക്കുമ്പോ നമ്മുടെ പോലത്തെ സഹോദരന്മാർ അവിടെ മാത്രമൊന്നുമല്ല, മറ്റു പല സ്ഥലങ്ങളിലും പല റിപ്പോർട്ടുകളും വീടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട, അടിച്ചോടിക്കപ്പെട്ട, കൃഷിയും വിഭവങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ട പ്രയാസകരമായ പല ജാതി വാർത്തകൾ, റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഈ മഹത്തായ റമളാൻ ഷരീഫിനെ എത്തിച്ചു തരാനും സമാധാനത്തോടുകൂടെ, സുരക്ഷയോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹത്തായ ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ലിമാ യഅലമൂന ഫീഹി മിനൽ ഖൈറിൽ അളീം വന്നഫഇൽ അളീം. ഈ സലഫുകൾ റമളാൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അവർക്കറിയാം അതിൽ വമ്പിച്ച മഹത്തായ നന്മകൾ, ഈ ലോകത്തും പരലോകത്തുമുള്ള ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ മാസത്തിന് ഞങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് അവർ ദുആ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ സുമ്മ ഇദാ ദഖല റമളാൻ, പരിശുദ്ധമായ റമളാൻ കടന്നു വന്നു, നമ്മളതില് ഇബാദത്തും മറ്റുള്ള നിർവഹിക്കാനുള്ള തൗഫീഖും സമയവും സാഹചര്യവും അള്ളാഹു നമുക്ക് നൽകിയാൽ യസ്അലൂന അല്ലാഹ അൻ യുഈനഹും അലൽ അമലി സ്വാലിഹി ഫീ, അള്ളാഹു തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ആ മാസത്തിൽ നിർവഹിക്കാൻ സഹായിക്കണം അല്ലാഹുവേ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. ഈ പറയുന്ന മഹത്തായ മാസത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണം, തൗഫീഖ് നൽകണം എന്നവർ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. സുമ്മ ഇദാ ഇൻതഹാ റമളാൻ, അങ്ങനെ പിന്നെ റമളാൻ അവസാനിക്കുമ്പോൾ യസ്അലൂന അല്ലാഹ അൻ യതഖബ്ബലഹു മിൻഹും. ഇതാണ് ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം അത് ലഭിക്കാൻ വേണ്ടി, അങ്ങനെ വന്നു കിട്ടിയാൽ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അതിൽ ഏറ്റവും ഗൗരവമുള്ളത് ഈ ശേഷം പറയുന്ന കാര്യങ്ങൾ. റമളാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ സ്വീകരിക്കണമേ. അള്ളാഹു സ്വീകരിക്കാതെ നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് ഒരു കാര്യമില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഷരീഫിന് അസ്ഥിവാരം തറക്കല്ലിട്ട് അത് പടുത്തുയർത്തുന്ന സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അത്ര മഹത്തായ ഇബാദത്ത് അദ്ദേഹത്തിന്റെ മകനും അവിടുത്തെ മുഅ്മിനീങ്ങളും അത് പടുത്തുയർത്തി. കഅബ ഷരീഫിനെ പടുത്തുയർത്തുന്ന സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ അല്ലാഹുവേ, രക്ഷിതാവേ, ഞങ്ങളുടെ നീ സ്വീകരിക്കണം. നാം ഇത്ര ചെയ്തു, ഞാൻ അത്ര ദാനധർമ്മം ചെയ്തു, പള്ളിയിൽ നമ്മൾ കാർപ്പറ്റ് വിരിച്ചു, നമ്മൾ മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിച്ചു, അത്തരം ആളുകൾ ഈ പറയുന്ന എടുത്തു പറയലുകളിലേക്കൊന്നും നമ്മൾ ഒരിക്കലും പോകരുതേ. ചെയ്ത സൽക്കർമ്മങ്ങൾ ആരും ബാത്തിലാക്കാൻ, നഷ്ടപ്പെടുത്താൻ, നശിപ്പിക്കാൻ ഒരിക്കലും കാരണക്കാരാകരുത്. ഫലാ തുസക്കൂ അൻഫുസക്കും, സ്വയം പരിശുദ്ധരാക്കാൻ പുകഴ്ത്തി പറയാൻ നിൽക്കരുതേ, ആരും തന്നെ പൊക്കാൻ നിൽക്കരുതേ. സലഫുകളുടെ രീതി അതായിരുന്നു. അവരിൽ നിന്ന് വന്ന ഈ ചെയ്ത ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം അവർ തേടുമായിരുന്നു. അൻ യതഖബ്ബലഹു മിൻഹും കമാ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കേട്ടില്ലേ? മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണങ്ങൾ പറയുന്ന സമയത്ത് വല്ലദീന യുഅ്തൂന, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ക്ലിയറായി കണിശമായി അവർ നിർവഹിക്കും. മാ ആതൗ വഖുലൂബുഹും, എന്നിട്ട് അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ അവർ നിർവഹിക്കും. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വറച്ചവരായിട്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നിസ്കാരം, നോമ്പും സക്കാത്തും മറ്റുള്ള നന്മകളും കണിശമായി കൃത്യമായി അവർ നിർവഹിക്കും. അതൊക്കെ നിർവഹിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ചെയ്തു, അൽഹംദുലില്ലാഹ്, ഞാനൊക്കെ നേടി എന്ന് പറയുന്ന കാട്ടറബികളായ ആളുകൾ, അതല്ലെങ്കിൽ കപടവിശ്വാസികൾ പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമായിരുന്നു, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി,
ഞങ്ങളൊക്കെ നല്ല ആളുകളായി എടുത്തു പറയും. റസൂൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെ, അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തതുപോലെ. കുല്ലാ തമുന്നു അലൈഹി ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമീങ്ങളായി നന്മ ചെയ്തു ഇതൊക്കെ ചെയ്തു എന്നാണ് എടുത്തു പറയാൻ വരേണ്ടവിടെ. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, ഫളല് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. 10,000 ആളുകൾ റമളാനും അല്ലാത്തതും നോക്കാതെ തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന പ്രവർത്തനങ്ങൾക്ക് കാത്തു നിൽക്കുകയാണ്, മത്സരിക്കുകയാണ്. കൂട്ടം കെട്ടി അതിലേക്ക് പോകുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഫളലാണ്, ഔദാര്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹമാണ്, റഹ്മത്താണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളാകുക വേണ്ടത്. അതല്ലാതെ എടുത്തു പറയാനും പുകഴ്ത്തി പറയാനും ഉള്ളത് നഷ്ടപ്പെടുത്താനും അല്ല. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവർ നിർവഹിക്കും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വരച്ചവരായിട്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന് പറ്റിയിട്ടില്ലെങ്കിൽ, എന്റെ അടുത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇത് എന്നിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശിർക്കുണ്ടെങ്കിൽ തള്ളപ്പെട്ടു, ബിദ്അത്ത് ഉണ്ടെങ്കിൽ തള്ളപ്പെട്ടു, വീഴ്ചകൾ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, റിയാ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ വീഴ്ചകളും പോരായ്മകളും ഈ പറയുന്ന ഇബാദത്തുകളിൽ കടന്നുകൂടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, നമുക്കതിന്റെ ഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരാകുകയും ചെയ്യും. ഈ പേടിയോടുകൂടിയാണ് മുഅ്മിനീങ്ങൾ ഇബാദത്ത് നിർവഹിക്കുക. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മയിലേക്ക് മുൻകടക്കുന്നവർ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂലേ എന്നുള്ള പേടിയോടുകൂടെ, അള്ളാഹുവെ സ്വീകരിക്കണം എന്നുള്ള നിരന്തര ദുആയോടുകൂടെ ഇങ്ങനെയായിരിക്കണം. ഇതായിരുന്നു സലഫുകളുടെ രീതി എന്നാണ് അല്ലാമ ഫൗസാൻ ഹഫിളഹുല്ലാ പറയാണ്. വകാനൂ യതജഹദൂന ഫിൽ അമലി, സലഫുകൾ അവര് അള്ളാഹു കൽപ്പിച്ച ഇബാദത്തുകളിൽ കഠിനാധ്വാനം ചെയ്യും. ثم يصيبهم الهم, പിന്നെ അവർക്ക് മാനസികമായി വിഭ്രാന്തിയും വിഷമവും പിടിപെടുകയാണ്. ഈ പറയുന്ന ധാരാളം ഇബാദത്തുകൾ നിർവഹിച്ചതിന്റെ ശേഷം ഹൽ യുഖ്ബൽ ഔ ലാ യുഖ്ബൽ, ചെയ്ത ഇബാദത്ത് സ്വീകരിക്കപ്പെടുവോ ഇല്ലേ, അള്ളാഹുവിന് ഇത് പറ്റിയോ, ഇതിനെന്തെങ്കിലും കുറവുണ്ടായോ, അള്ളാഹുവിന് ഇത് ഇഷ്ടപ്പെട്ടില്ലേ, സ്വീകരിക്കുവോ സ്വീകരിക്കൂലേ എന്ന് പറയുന്ന മാനസികമായ പ്രയാസം. കാരണം അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹു നമ്മോട് കൽപ്പിച്ച നമ്മുടെ അടുത്തുള്ള വീഴ്ചകളും ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മാ കാന ഖാലിസൻ ഇല്ലാ മാ കാന ഖാലിസൻ ലിവജ്ഹി, നിഷ്കളങ്കത ഇഖ്ലാസ് വേണം. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ചെയ്യും വേണം. ഇതിലൊക്കെ വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അറിഞ്ഞും അറിയാതെയും പറ്റാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിവരദോഷം കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു പേടിയോടെ, ഈ ഒരു ശ്രദ്ധയോടെയായിരുന്നു സലഫുകൾ ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നത്. അങ്ങനെയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. ഫകാനൂ ലാ യുസക്കൂന അൻഫുസഹും വയഖ്ശൗന മിൻ അൻ തുബ്തില അഅമാലഹും, സ്വയം അവർ തന്നെ പൊക്കാൻ ആരും പോകലില്ലായിരുന്നു. ഏത് കാര്യങ്ങൾ ചെയ്താലും നന്മകൾ ചെയ്താൽ അവരത് മറച്ചു വെക്കായിരുന്നു ചെയ്തിരുന്നത്. അല്ലാതെ അവര് സ്വയം പരിശുദ്ധരാക്കാനും പുകഴ്ത്താനും പോകൂല. അവരുടെ ഇബാദത്തുകൾ ബാത്തിലാകുമെന്നവർക്കുള്ള പേടിയുണ്ടായിരുന്നു. അതോടുകൂടെ ചെയ്യുന്ന ഇബാദത്തിൽ കൃത്യമുണ്ടായിരുന്നു, കണിശതയുണ്ടായിരുന്നു, ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായിരുന്നു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി അള്ളാഹു സ്വീകരിക്കൂല. ശരിക്ക് തഖ്വയുള്ള അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പാലിക്കുന്ന മുഅ്മിനീങ്ങളിനെ സ്വീകരിക്കുകയുള്ളൂ. വകാനൂ യതഫറഗൂന ഫീ ഹാദാ ശഹർ, പരിശുദ്ധമായ റമളാനിൽ ദുന്യവിയായ ചുറ്റുപാടുകളിൽ നിന്നും ജോലികളിൽ നിന്നും തിരക്കുകളിൽ നിന്നും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ മാറി നിൽക്കുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഉണ്ട്, ചെയ്യേണ്ടി വരും, കുടുംബത്തിന്റെയും നമ്മുടെയും ജോലിയും ജീവിതമാർഗങ്ങളും. എന്നാലും നമുക്ക് ഒരുപാട് സമയങ്ങൾ ലഭിക്കും. ആ സമയങ്ങളെ അവർ ഇബാദത്തിനും പരിശുദ്ധ ഖുർആൻ പാരായണത്തിനും വേണ്ടി അവർ മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ദുന്യാവിന്റെ പ്രവർത്തനങ്ങൾ അവർ കുറക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരോടും ആ സഹോദരിമാരുടെ കുടുംബനാഥന്മാരോടും പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് പല ജാതി വിഭവങ്ങൾ പരീക്ഷിക്കാനുള്ളതല്ല, അത് കഴിച്ച് ടേസ്റ്റ് നോക്കാനുള്ളതുമല്ല. സഹോദരിമാർക്ക് നിങ്ങൾ ആശ്വാസം കൊടുക്കണം. ഭർത്താക്കന്മാരായ ആളുകൾ നിങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം. പല വിഭവങ്ങളും കൊടുന്ന് മാറ്റിമറിച്ചുണ്ടാക്കി ആവശ്യത്തിനും അതിന്റെ അപ്പുറം കഴിച്ച് ശരീരത്തിനും അപകടത്തിലാക്കി, ഇബാദത്തിനും അപകടത്തിലാക്കി, മറ്റുള്ള നിർബന്ധമായതും അല്ലാത്തതുമായ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്ത നിലക്ക് സമയങ്ങളിൽ പാഴാക്കുന്ന
ദരിദ്രാവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾ എല്ലാ സമയങ്ങളിലും കുലു വഷ്റബു വലാ തുസ്രിഫു, കുലു വഷ്റബു വലാ തുസ്രിഫ്, ഇതാണ് നമുക്കുള്ള അധ്യാപനം. നിങ്ങൾ കഴിച്ചോളി, തയ്യിബ് ഹലാലാണെങ്കിൽ നിങ്ങൾ കുടിച്ചോളി, തിന്നോളി. വലാ തുസ്രിഫു, അമിതമാവരുതേ. ആവശ്യത്തിന്റെ അപ്പുറം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനെയും അതോടുകൂടെ തന്നെ അലസതയും മുഷിപ്പും മടിയന്മാരും ഒക്കെ ആയി നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ദീനിനെയും ദുന്യാവിനെ നിങ്ങൾ തകർക്കാൻ നിൽക്കരുതേ. മുസ്ലിമീങ്ങൾ ആ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. കുലു വഷ്റബു വലാ തുസ്രിഫു. റമദാൻ വരുന്ന സമയത്ത് മറ്റുള്ള സമയത്തുള്ളതിലേറെ വിഭവങ്ങൾ പരീക്ഷിച്ച്, പലജാതി വിഭവങ്ങൾ പരീക്ഷിച്ച്, പലതും കൊണ്ടുവന്ന് പലതും നിറച്ച് നിങ്ങൾ ആ മഹത്തായ മാസത്തിന്റെ പവിത്രത ഒരിക്കലും തകർക്കാൻ നിൽക്കരുത്. വയതഖല്ലലൂന മിൻ അഅമാരി ദുനിയ, ദുനിയാവിന്റെ എല്ലാ പ്രവർത്തികളും വളരെ കുറക്കാൻ അവർ സലഫുകൾ തയ്യാറാകുമായിരുന്നു. വകാനു യുവഫിറൂനൽ വഖ്ത ലിൽ ജുലൂസി ഫീ ബുയൂത്തില്ലാ, പുരുഷന്മാരെ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ചെന്നിരുന്നുകൊണ്ട് വയഖൂലൂന നഹ്ഫളു സൗമന, നമ്മുടെ നോമ്പിനെ നമ്മൾ സൂക്ഷിക്കുക എന്നവർ പറയും. ഗീബത്തിലോ നമീമത്തിലോ പരിഹാസങ്ങളിലോ ചെറികളിലോ വിനോദങ്ങളിലോ കളികളിലോ ഒക്കെ ചെലവാക്കി നോമ്പ് നഷ്ടപ്പെടുത്തണ്ട, സൂക്ഷിക്കുക എന്ന് പറയും. വലാ നഗ്താബു അഹദൻ, ആരെയും നമ്മൾ ഗീബത്ത് പറയാൻ പോകുന്നില്ല. വയഹ്ദുറൂനൽ മസാഹിഫ്, പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആൻ അവർ പഠിക്കും. വകാനു യഹ്ഫളൂന ഔഖാതഹു മിനല്ലാഹി, അവരുടെ സമയങ്ങൾ ഒരിക്കലും റമളാൻ മാത്രമല്ല എല്ലാ സമയത്തും സമയം പാഴാക്കുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. മാ കാനു യുഹ്മിലൂൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യൂല. ഔ യുഫർരിത്തൂൻ, വീഴ്ച വരുത്തുകയില്ല. കമാ അലൈഹി ഹാലുൽ കസീരിൽ യൗം, ഇന്ന് നമ്മൾ ബഹുഭൂരിഭാഗത്തിന്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ്, ബൽ കാനു യഹ്ഫളൂന ഔഖാതഹു ഔഖാത്തൽ ലൈലി ഫിൽ ഖിയാമി വന്നഹാരി ബിസ്സിയാം. സലഫുകള് രാത്രി സമയങ്ങൾ നിസ്കാരത്തില്, പകൽ സമയത്ത് നോമ്പില്, ഖുർആൻ പാരായണത്തില്, അള്ളാഹുവിന്റെ അദ്കാറുകളില്, മറ്റുള്ള നന്മകൾ ചെയ്യുന്ന കാര്യത്തില് ഇങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരു സെക്കൻഡ് പോലും അവരുടെ സമയങ്ങൾ അവർ പാഴാക്കലില്ലായിരുന്നു. അദ്കാറുകൾ പറയാനുള്ളത്, മറ്റുള്ളവർക്ക് സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണെങ്കിൽ ഇങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്. അല്ലാമ റബീ ഇബ്നു ഹാദിൽ മദ്ഖലി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, യസ്അലു അൻ ഹാലി സലഫ് ഫി റമളാൻ, റമളാൻ മാസത്തിൽ സലഫുകളുടെ സ്ഥിതി എന്തായിരുന്നു? ഷെയ്ഖ് റബീ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന് കിബാറുകളായ രണ്ട് പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, റബീ ഇബ്നു ഹാദിൽ മദ്ഖലി ഹഫിളഹുല്ലാഹ്, ആ പറയുന്ന രണ്ടാമത്തെ റബീ ഇബ്നു ഹാദി റഹ്മത്തുള്ളാഹി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിക്കാണ്, സലഫുകൾ റമളാനിൽ എങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥ? ഷെയ്ഖ് പറയാണ്, മഅറൂഫുൻ ഹാലുർ റസൂലിൽ കരീമി അലൈഹി സ്വലാത്തു വസ്സലാം, സലഫുകളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ ആ റസൂലിനെ പിന്തുടർന്നുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ടാണ് സലഫുകൾ എല്ലാവരും കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ ഹദീസിൽ നമ്മൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം റമളാനിൽ എന്തായിരിക്കും എന്ന് പറയുന്നത്? യസ്തഇദു ലിഹാദ ശഹരി, പരിശുദ്ധമായ റമളാനിന് വേണ്ടി റസൂൽ തയ്യാറെടുക്കും. ഫയസൂമു അക്സറ ശഅബാൻ, ശഅബാന്റെ ബഹുഭൂരിഭാഗം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കും. പിന്നീട് റമളാൻ വന്നാൽ പ്രവാചകൻ ആ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും. വയസ്തദു ഇഹ്തിമാമുഹു ഖാസതൻ ഫിൽ അശ്റിൽ അവാഖിർ മിൻ, റമളാനിൽ അതിന്റെ അവസാനത്തെ 10 പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാധാന്യം അത് കൂടും. ഫഇന്നഹു കാന ഇദാ ദഖലത് ഹാദിഹിൽ അശ്ർ, അവസാനത്തെ 10 വന്നാൽ ശമ്മറ അൻ സായിദിൽ ജിദ് വശദ്ദ മിഅ്സറ, റസൂലിന്റെ ഉടുപ്പൊക്കെ നമ്മൾ പ്രത്യേകമായ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെടുത്ത വസ്ത്രമൊന്നൊക്കെ മുറുക്കി കെട്ടുന്ന ആ ഒരു രീതിയാണ്. അഥവാ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ വശദ്ദ മിഅ്സറഹു വഅക്സറ ഫീ ജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജൂദ് ഏറ്റവും കൂടുതലായ നിലവാരത്തിൽ ഉണ്ടാകും. വഅതകഫ ഇഅ്തികാഫിരിക്കും, പ്രവാചകന്റെ ഭാര്യന്മാരും എത്തിക്കാഫിരുന്നായിരുന്നു. സഹാബത്തിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾ എത്തിക്കാഫ് അവർ നിർവഹിക്കലുണ്ടായിരുന്നു. ഈ പറയുന്ന മഹത്തായ ഇബാദത്തുകൾ ചെയ്യും. ശരിയായ നിലക്കുള്ള നോമ്പ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നിലക്കുള്ള ഇബാദത്തുകൾ, മറ്റുള്ള ആരാധനകൾ, ദാനധർമ്മങ്ങൾ, നന്മകൾ. വകാന റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ കേട്ടതുപോലെ ജവാദൻ, എല്ലാ സമയത്തും ദാനധർമ്മിഷ്ഠരായിരുന്നു. റമളാൻ വന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഖുർആന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കുന്ന ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അവിടുത്തെ ജൂദ് അത് പ്രകടമാകുമായിരുന്നു. ഫഅലാ കുല്ലി ഹാൽ, ഈ പറയുന്ന സലഫുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് ഈ ഒരു രീതിയിലായിരുന്നു അവരും ഈ പറയുന്ന പരിശുദ്ധമായ പവിത്രമായ ഈ മാസത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നത്.
ഫീ മുവാസലത്തി ഇബാദത്തില്ലാഹി വഖിയാമിൻ, സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റമദാന് പോയി കഴിഞ്ഞു എന്ന് കരുതി ഈ പറയുന്ന ഇബാദത്തുകളൊന്നും അവർ നിർത്തലും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ഷെയ്ഖ് റബീ ഹഫിളഹുല്ലാ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാണ്. നമ്മൾ പലരും ഈ പറയുന്ന മഹത്തായ മാസത്തിൽ തന്നെ അർഹിക്കുന്ന നിലക്ക് അത് നിർവഹിക്കുന്നില്ല. അതിന്റെ പുറമെ പല ആളുകളും റമദാന് കയ്യലോടുകൂടെ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അവര് വിസ്മരിക്കുകയും അത് മറക്കുകയും ചിലരും അവർ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടുള്ള പരിതാപകരമായ അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിന്റെയോ സ്ഥിതി ഇങ്ങനെയല്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറൻ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ വാക്കുകൊണ്ടും നിങ്ങളുടെ മറ്റുള്ള ആരാധനകൾ കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയുള്ള ആളുകളായിരിക്കണം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിന്റെയും രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും പ്രത്യേകമായ ആ സമയത്തൊക്കെ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയുമുള്ള ആളുകളായിരിക്കണം. ഫൽ മുഅ്മിനു യദ്കുറുല്ലാഹ തബാറക വതആല ദായിമൻ, എല്ലാ സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലുമായിരിക്കും മുഅ്മിനായ മനുഷ്യൻ. വയുതീഉഹു വയത്തഖീഹി വയഖ്ശാ വയുറാഖിബു, അല്ലാഹുവിനെ അനുസരിക്കുന്ന, അവനെ സൂക്ഷിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹുവിന്റെ നോട്ടവും നിരീക്ഷണവും ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും ഫീ കുല്ലി സആത്തി ഹയാത്തിഹി, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഓരോ സമയങ്ങളിലും. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം നിന്നെ പിടികൂടുന്നത് വരെ നീ അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടണം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നുള്ള ഒരു അസർ അബൂ നുഐമുൽ അസ്ബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയ വ തബഖാത്തുൽ അസ്ഖിയ എന്ന് പറയുന്ന കിതാബിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഇബ്രാഹിം ഇബ്നുൽ അശ്അസ് റഹിമഹുള്ള പറഞ്ഞ ഒരു അസർ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് എന്റെ ഈ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നുൽ അശ്അസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സമിഅതു ഫുളൈലൻ യഖൂലു ദാത ലൈലത്തിൻ വഹുവ യഖറഉ സൂറത മുഹമ്മദ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു രാത്രി സമയത്ത് സൂറത്ത് മുഹമ്മദ് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. സൂറത്ത് മുഹമ്മദ് വഹുവ യബ്കി, ഫുളൈൽ ഇബ്നു ഇയാദ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് കരയാണ്. വയുറദ്ദിദു ഹാദിഹിൽ ആയ, ശേഷം പറയുന്ന ഈ ആയത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഖുർആൻ പാരായണത്തിന്റെ രീതിയാണ് സലഫുകളുടെ. ഈ ആയത്ത് തന്നെ വീണ്ടും വീണ്ടും അതിന്റെ അർത്ഥവും അതിൽ പറഞ്ഞ ആശയവും അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും അത് വീണ്ടും വീണ്ടും ആലോചിച്ച് ചിന്തിച്ച് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്താണ് ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒന്ന് രണ്ട് പറയുന്ന കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത്. വലനബ്ലുവന്നകും, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ, വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകളെ നമുക്ക് വ്യക്തമായി ഈ ലോകത്ത് വെച്ച് തന്നെ പരീക്ഷണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അള്ളാഹുവിനെ നമ്മളെ കുറിച്ച് എല്ലാം അറിയും, പക്ഷേ പരീക്ഷണിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് തന്നെ അത് പുറത്തേക്ക് പ്രകടമാക്കും. ഇന്ന ആള് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവരാണ്, ഇന്നവര് ക്ഷമിക്കുന്നവരാണ് എന്ന്. വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വിവരങ്ങൾ മുഴുവനും നമ്മൾ പരീക്ഷിച്ച് നമ്മൾ അറിയും എന്ന് പറഞ്ഞ അർത്ഥമുള്ള ആയത്താണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ ഈ അതിശക്തമായ ഈ മുന്നറിയിപ്പ്, ഈ ആയത്തിൽ പറഞ്ഞ ആശയങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വജഅല യഖൂൽ വനബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വിവരങ്ങൾ നമ്മൾ പരീക്ഷിക്കും, നമ്മളത് അറിയും, നമ്മളത് അന്വേഷിക്കും. വയുറദ്ദിദ്, ആ ആയത്ത് തന്നെ പറഞ്ഞു നബ്ലുവ അഖ്ബാറക്കും ഇൻ ബലൗത അഖ്ബാറന, അല്ലാഹുവേ ഞങ്ങളുടെ വിവരങ്ങൾ നീ എങ്ങാനും പരീക്ഷിച്ച് ശരിക്കത് മനസ്സിലാക്കി അന്വേഷിച്ചാൽ ഫളഹ്തന, നീ ഞങ്ങളെ വഷളാക്കും. ഞങ്ങൾക്ക് അതിന് മാത്രം തെറ്റുകുറ്റങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്, പോരായ്മകളുണ്ട്, നീ ഞങ്ങളെ വഷളാക്കും. വഹതക്ത അസ്താറന, ഞങ്ങളുടെ മറകൾ മുഴുവൻ നീ പിച്ചു ചീന്തും,
ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നല്ലാത്ത ആളുകളായി തീരും. ഞങ്ങൾക്ക് അതിന് മാത്രം വീഴ്ചകളുണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് മാത്രം പോരായ്മകളുണ്ട് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നക ഇൻ ബലൗത അഖ്ബാറനാ അഹ്ലക്തനാ വഅദബതനാ, ഞങ്ങളുടെ വീഴ്ചകള്, ഞങ്ങളുടെ വിവരങ്ങൾ നീ ശരിക്കത് പരീക്ഷിച്ചറിഞ്ഞ് അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ നീ ഞങ്ങളെ നശിപ്പിക്കും അല്ലാഹുവേ. ഞങ്ങൾ വിജയത്തിന് അർഹരല്ലാത്തവരാണ്. വഅദബതനാ, നീ ഞങ്ങളെ ശിക്ഷിക്കും, ഞങ്ങൾ പ്രതിഫലത്തിന് യോഗ്യതയില്ലാത്തവരാണ്. വയബ്കി, ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ആ പണ്ഡിതൻ കരയുന്ന രംഗം ഞാൻ കണ്ടു എന്ന്. ഇതൊക്കെയായിരുന്നു സലഫുകളുടെ രീതികൾ. ഇതൊക്കെയായിരുന്നു അവർ റമദാനിലും അല്ലാത്ത സമയത്തും കാണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും ചെയ്തുകൊണ്ട്, അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, അവനിഷ്ടപ്പെട്ട അടിമകളായി ഈ ലോകത്ത് ജീവിച്ച് ആ നല്ല നിലക്ക് മരണപ്പെട്ട് അവന്റെ സുഖലോക സ്വർഗത്തിൽ അവനെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും നമ്മുടെ കുറവുകളും അള്ളാഹു പുറത്തു തരികയും പരിഹരിക്കുകയും ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ലോകത്തുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല കാഫിയത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ആശ്വാസത്തോടുകൂടെ, അഹങ്കാരികളായ ശത്രുക്കളുടെ പരാജയത്തോടുകൂടെ, അവരുടെ അധപ്പതനത്തോടുകൂടെ, തകർച്ചയോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ മാസത്തിന് നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട സൽക്കർമ്മങ്ങൾ നിർവഹിച്ച് നേടിയെടുക്കുവാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.